ചേർത്ത് നിർത്തണം. ബൈക്കുകൾ പ്രോത്സാഹനം പാടില്ല. കൃഷ്ണകുമാർ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് തമിഴ്നാടിലുള്ള സംസ്ഥാന കക്ഷികളെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിനെ മുന്നോട്ട് കടത്തിവിടാമെന്ന് നമ്മുടെ പ്രവർത്തകരെ സഹായിക്കണം. ആരാധനയുള്ള കൃഷ്ണകുമാർ തമിഴ്നാടിന്റെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമല തുടങ്ങിയ ആളുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കൃഷ്ണകുമാർ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് തമിഴ്നാടിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ സ്വീകരിക്കുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ നേതാക്കന്മാർക്ക് സ്റ്റേജിലേക്ക് കയറുന്നതിന് വേണ്ടി വന്നിരിക്കുമെന്ന് അഭ്യർത്ഥിക്കുക. ഹരി ഹരി ലൈവ് ലൈവാ ജില്ലാ പ്രസിഡന്റ് കാണുങ്ങളെ ജില്ലാ പ്രസിഡന്റ് ഹരിടാ ഇങ്ങോട്ട് 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 ഹരിടാ ലൈവ് ലൈവ് ഒരു മിനിറ്റ് പേര് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ?
മതി മതി സമയം പോകുന്നു പുള്ളിക്ക്. ലൈവ് 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 തമിഴകത്തിന്റെ മണ്ണിൽ ദേശീയതയുടെ സിംഹാസനമുയർത്തിയ വെങ്കണ്ണൻ അണ്ണാമലൈ ഇതാ ഈ പാലക്കാടിന്റെ മണ്ണിലെത്തിയിരിക്കുന്നു. ബിജെപിയുടെ പാലക്കാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണദാസ് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് തമിഴ്നാടിന്റെ ഗർജിക്കുന്ന സിംഹം ശ്രീ അണ്ണാമലൈ IPS നയിക്കുന്ന മെഗാ റോഡ് ഷോ ഇതാ ഈ ചരിത്രമുറങ്ങുന്ന തണ്ടിക്കാടിന്റെ മണ്ണിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, ആശീർവാദത്തിന്റെ താമരപ്പൂക്കൾ അർപ്പിക്കുക. ജനാധിപത്യ വിശ്വാസികളെ പാലക്കാടിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിക്കുറിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സംഘം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബിജെപിയുടെ കരുത്തരായ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് ബിജെപി തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അണ്ണാമലൈ IPS ഇതാ ഈ പാലക്കാട് എത്തിയിരിക്കുന്നു. ഈ ആഴ്ചയിൽ പങ്കെടുക്കുന്ന മുഴുവൻ പ്രവർത്തകരും ദേശീയതയുടെ ദേശീയതയുടെ നിർഭയത്തിനുയർത്തിയ ശ്രീ അണ്ണാമലൈ തമിഴകത്തിന്റെ രാഷ്ട്രീയത്തിൽ ദേശീയതയുടെ പാഞ്ചജന്യം മുടക്കി വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഗ്രാമീണ പാർട്ടികൾ അരങ്ങുകയാണ് തമിഴകത്തിന്. ദേശീയതയുടെ ശിഷ്യദർശനം മുഴക്കിയ BJP തമിഴ്നാട് പിറകിലായി ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുഗ്രഹത്തിന്റെ 1000 താമരപ്പൂക്കൾ അർപ്പിക്കുക. പാലക്കാട് ലോക്സഭാ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന് തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇതാ പാലക്കാടിന്റെ കഞ്ഞിക്കോടിന്റെ മണ്ണിലേക്ക് ഒന്നാമരക്കാടിൽ നിന്ന് ആരംഭിച്ച തമിഴകത്തിന്റെ മണ്ണിൽ ദേശീയതയുടെ ലോക്സഭാ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാർ ജിയോടൊപ്പം ഇതുവരെ കടന്നു വരികയാണ്.
ആറപ്പാണെന്ന്
തമിഴകത്തില് ദേശീയതയുടെ പാഞ്ചജന്യം മുഴക്കി സിന്ധുഗർജനം മുഴക്കി സനാതന ധർമ്മത്തിന് വേണ്ടി തമിഴ്നാട്ടിൽ പൊരുതിയാണ് തമിഴ്നാട് മന്ത്രിമാരായ അഴിമതി മന്ത്രിമാരായ ദ്രാവിഡ കഴകത്തിന്റെ മന്ത്രിമാരുടെ ഉറക്കം കെട്ടിയ നാമൾ ഇതാ നമ്മുടെ IPR ഇതാ ഈ വാഹനത്തിന് തൊട്ടിട്ടുണ്ടെങ്കിൽ കൃഷ്ണകുമാറിനോടൊപ്പം ഇതുവരെ കടന്നിരിക്കുകയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുഗ്രഹത്തിന്റെ ഒരായിരം കൊണ്ട് പ്രാർത്ഥിക്കുക. തമിഴ്നാട്ടിൽ മുടക്കിയ ഇതാ കൃഷ്ണകുമാറിയോടൊപ്പം ലോകസഭാ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തമിഴകത്തിന്റെ മണ്ണിൽ ദ്രാവിഡ പാർട്ടികൾ അരങ്ങുവാന തമിഴകത്തിന്റെ മണ്ണിൽ ദേശീയതയുടെ പാരമ്പര്യം മുടക്കി സനാതന ധർമ്മത്തിന് വേണ്ടി പല കൊടുക്കുന്ന തമിഴ്നാടിന്റെ സിംഹഗർജനം ശ്രീ കെ നയിക്കുന്ന റോഡ് ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി ഇതുവഴി കടന്നു വരികയാണ്. 4-ാം തീയതി ജൂൺ മാസം 4-ാം തീയതി മോദി സുനാമി 40-ലധികം സീറ്റുമായി BJP രാജ്യം പിടിക്കുമ്പോൾ പ്രതിപക്ഷ വ്യക്തികൾ പോലും വിധിയുള്ള ഈ തിരഞ്ഞെടുപ്പ് പാലക്കാടിന്റെ രാഷ്ട്രീയമാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ്. ഈ തെരഞ്ഞെടുപ്പില് BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന് താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തമിഴക രാഷ്ട്രീയത്തിൽ അരങ്ങുമാണ് പാർട്ടികളെ തകർത്ത് കരിപ്പണമാക്കിക്കൊണ്ട് ഇതാ സനാതന ധർമ്മത്തിന് വേണ്ടി തമിഴ്നാടിന്റെ മണ്ണിൽ ദേശീയതയുടെ പാഞ്ചജന്യം മുഴക്കിയ തമിഴ്നാടിന്റെ സിംഹഗർജനം BJP പ്രസിഡന്റ് ഇതാ കൃഷ്ണകുമാറിയോടൊപ്പം ലോകോയുമായി ഇതായി വഴിത്താരയിൽ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുഗ്രഹത്തിന്റെ 1000 കൊണ്ട് വിളമ്പുക.
തമിഴകത്തിന്റെ മണ്ണിൽ ദേശീയതയുടെ മാലിന്യം മുഴക്കി സിംഹദർശനം മുഴക്കി സനാതന ധർമ്മത്തിനു വേണ്ടി പടമൊരുക്കുന്ന തമിഴ്നാടിന്റെ ഗ്രാമാന്തരങ്ങളെ ഇളക്കിമറിച്ച തമിഴ്നാടിന്റെ സിംഹഗർജനം തമിഴ്നാടിന്റെ പ്രസിഡന്റ് ആദരവിന്റെ കെ അണ്ണാമല കൃഷ്ണകുമാർജിയോടൊപ്പം ഇതാ റോഡ്ഷോയുമായി ഈ മണ്ണിലൂടെ ഈ വഴിത്താരയിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. തമിഴ്നാടിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളെ 2 മിനിറ്റ് ലൈവാണ് എന്റെ വീഡിയോ സ്വപ്നം തമിഴകത്തിന്റെ മന്ത്രിമാർ അഴിമതി മന്ത്രിമാരുടെ സ്വപ്നം തമിഴകത്തിന്റെ നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി വരുമ്പോൾ ദേശീയ പാർട്ടി എന്ന പദ്ധതിയോടും നടത്തപ്പെട്ട് ഇന്ത്യയുടെ മണ്ണിൽ പരക്കം പായുന്ന CPM കുടുംബാധിപത്യം നിലനിർത്താൻ മത്സരിക്കുന്ന കോൺഗ്രസ് ഈ കോൺഗ്രസിനെ ഇന്ത്യൻ ശക്തികളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഭാരതത്തിന്റെ മണ്ണിൽ പുത്രൻ ശ്രീ നരേന്ദ്രമോദി 400-ലധികം സീറ്റുമായി 3ാം തവണയും വരുമ്പോൾ പാലക്കാടിനൊരു കേന്ദ്രമന്ത്രി പാലക്കാടിന്റെ വികസനം യാഥാർത്ഥ്യമാക്കാൻ നമ്മളറിയുന്ന നമ്മുടെ സാരഥി ശ്രീ കൃഷ്ണകുമാർ ശ്രീ കൃഷ്ണകുമാറിന് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇതാ തമിഴ്നാടിന്റെ സിംഹഗർജനം കെ അണ്ണാമല IPS നയിക്കുന്ന റോഡ് ഇതുവഴി കടന്നു വരികയാണ്. പാർട്ടികൾ പരങ്ങളാണ് തമിഴകത്തില് ദേശീയതയുടെ മാനസികം മുഴക്കി സനാതന ധർമ്മത്തിന് വേണ്ടി പരമൊഴിഞ്ഞ അഴിമതിമാരായ മന്ത്രിമാരുടെ ശ്രീ കൃഷ്ണകുമാർജിയോടൊപ്പം ഇതുവഴി കടന്നു വരികയാണ്.
ശരി ശരി. ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷൺമുഖൻ ആരോപണം ചെയ്യുന്നത് கொஞ்சம் கூட எந்த பக்கம் போயிருக்கோம். പാലക്കാട് ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ആരാധനായിട്ടുള്ള നമ്മുടെ കൃഷ്ണകുമാർജിക്ക് വോട്ട് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആരാധനായിട്ടുള്ള തമിഴ്നാടിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ மாலை வணக்கத்தை தெரிவித்துக் கொள்கின்றேன். நம்முடைய மலையாள சகோதரர்கள் எல்லோரும் இங்கே இருக்கின்றீர்கள், தமிழ் சகோதரர்கள் இருக்கின்றீர்கள். ஒரு அற்புதமான நேரத்தில் ஒரு அருமையான வேட்பாளராக இங்கே நின்று கொண்டிருக்கின்றோம். இந்த மண்ணின் மைந்தன் 4 முறை உங்களுடைய பிரதிநிதியாக இருந்து பாலக்காடு முனிசிபாலிட்டிக்கு உங்களுக்காக வேலை செய்து
2019 பாரதிய ஜனதா கட்சி தேசிய ஜனநாயக கூட்டணி இந்தியாவுடைய வேட்பாளராக இருந்து 2024 வெற்றி வேட்பாளராக அண்ணன் நின்று கொண்டிருக்கிறார். கேரளாவை பொறுத்தவரை, பாலக்காடை பொறுத்தவரை தேசியவாதிகள் அதிகமாக இருக்கக்கூடிய பகுதி. அண்ணன் கிருஷ்ணகுமார் அவர்களுக்கு போன முறை வாக்கு சதவீதத்தை அதிகப்படுத்தி கொடுத்தீர்கள். கேரளாவில் முதல் 5 பாராளுமன்ற தொகுதியாக நம்முடைய பாலக்காடு பாராளுமன்ற தொகுதியும் கூட இருக்கு. எந்த அளவுக்கு அவருடைய வாக்கை உயர்த்த முடியுமோ உயர்த்தி கொடுத்துட்டீங்க. இந்த முறை உங்களிடம் நாங்கள் வைக்கக்கூடிய அன்பார்ந்த வேண்டுகோள், கிருஷ்ணகுமார் அவர்களை நீங்கள் வெற்றி பெற செய்ய வேண்டும் என்று பணிவன்போடு வேட்பாளர் 4 முறை முனிசிபல் கவுன்சிலராக இருந்து இந்த பகுதியிலே மக்களுடைய அடிப்படை தேவையெல்லாம் செய்து எல்லா மதம் எல்லா ஜாதியும் கூட ஏற்றுக்கொள்ளக்கூடியவர்கள். அருமை சகோதர சகோதரிகளே, இந்த முறை உங்களிடம் நாங்கள் வைக்கக்கூடிய வேண்டுகோள், அண்ணன் கிருஷ்ணகுமார் அவர்களை நீங்கள் வெற்றி வேட்பாளராக மாற்றி காட்ட வேண்டும். காரணம், எல்லா மக்களும் கூட அன்போடு அவர்களுக்காக தொடர்ந்து பணி செய்யக்கூடிய கிருஷ்ணகுமார் அவர்களை மக்கள் ஏற்றுக்கொண்டிருக்கின்றார். அதுவும் இது சாதாரண தேர்தல் இல்லைங்க. 2024 தேர்தலை பொறுத்தவரை யார் பிரதமராக வருகின்றார்கள் என்று தெரிந்து ஓட்டளிக்கக்கூடிய தேர்தல். தமிழகத்தில் முதல் கட்ட வாக்குப்பதிவு 39 தொகுதிகளுக்கும் நடந்து முடிந்திருக்கிறது. உண்மையை சொல்ல வேண்டும் என்றால், எதிர்கட்சி நண்பர்கள் இந்தி கூட்டணிக்கு யார் பிரதம மந்திரி வேட்பாளர் என்கின்ற பெயரை கூட சொல்லலாம். ஒரு சின்ன உதாரணத்தை பாருங்க. நம்முடைய காங்கிரஸ் கட்சியினுடைய மூத்த தலைவராக இருக்கக்கூடிய ராகுல் காந்தி அவர்கள் ஒரு வாரத்துக்கு முன்னாடி கோயம்புத்தூர் வந்திருந்தார். கோயம்புத்தூர்ல இந்த பக்கம் ஸ்டாலின் உட்கார்ந்து இருக்காங்க, இந்த பக்கம் கம்யூனிஸ்ட் கட்சியினுடைய தமிழக தலைவர் உட்கார்ந்து இருக்கிறாங்க. இதே ராகுல் காந்தி 60 கிலோமீட்டர் தாண்டி கேரளாக்குள்ள வந்தா கம்யூனிஸ்ட் கட்சி அவருக்கு எதிரி. என்ன கூட்டணிங்க? 60 கிலோமீட்டர் தாண்டி அங்க வந்தா நண்பர்கள், 60 கிலோமீட்டர் தாண்டி கேரளா பார்டருக்குள்ள வந்தா எதிரிகள். எப்படி இவர்களை நம்பி நம்முடைய நாட்டை இவர்கள் கையில நீங்க கொடுக்க போறீங்க? 10 ஆண்டு காலமாக ஆட்சியில் இருக்கக்கூடிய பிரதமர் நாற்காலி என்பது சாதாரண நாற்காலி இல்லைங்க. ஆளுமை மிக்க தலைவர் இங்கே அமர்ந்திருக்க வேண்டும். முடிவெடுக்கக்கூடிய தலைவர், நம்மை தாண்டி நமக்காக உழைக்கக்கூடிய தலைவர். இன்னைக்கு இருக்கக்கூடிய ஒரே ஒரு தலைவர் நரேந்திர மோடி அவர்கள் மட்டும்தான். சகோதரர்களே, இது நாடாளுமன்ற தேர்தல். தமிழ்ல சொல்லணும் அப்படின்னா நாடாளுமன்றம், நாட்டை ஆளக்கூடிய மன்றம், நாடாளுமன்றம், அதற்கான தேர்தல். அப்படி என்றால் யார் பிரதம மந்திரி என்பதை தேர்வு செய்வதற்கான தேர்தல். இந்தி கூட்டணி கையில யார் பிரதம மந்திரி என்று தெரியாம 2 மாநிலங்கள்ல, ஒரு மாநிலங்கள்ல 2 கட்சியும் எதிரி, ஒரு மாநில 2 கட்சியும் நண்பர். எப்படி நாட்டை இவருடைய கையில நீங்க ஒப்படைப்பீங்க? அது மட்டும் இல்லை அருமை சகோதர சகோதரிகளே, 10 வருஷம் நம்முடைய ட்ராக் ரெக்கார்ட், ப்ரூவன் ட்ராக் ரெக்கார்ட். 10 ஆண்டு காலம் உலகத்தினுடைய 11வது பெரிய நாடாக பொருளாதாரத்தில் இருந்தோம், இன்று 5வது நாடாக உயர்ந்திருக்கின்றோம். மோடியின் கேரண்டி என்னங்க? 2028 முடியும் பொழுது 3வது பெரிய நாடாக மாறியிருப்பேன். இது சாதாரண வளர்ச்சி இல்லைங்க, எல்லோருக்குமான வளர்ச்சி. இந்த கேரளாவுக்கு இந்த வளர்ச்சி வர வேண்டும். கேரளாவுடைய இளைஞர்கள் மிடில் ஈஸ்ட்லயோ, கட்டார்லயோ, சவுதியிலயோ அங்கே போய் வேலை பார்க்க கூடாதுங்க. வளர்ச்சி இங்கே கொண்டு வர வேண்டும். பொருளாதார வளர்ச்சி இங்க வரும், தொழிற்சாலைகள் இங்க வரணும், இண்டஸ்ட்ரீஸ் இங்க வரும். இங்கிருந்து 60 கிலோமீட்டர்ல கோயம்புத்தூர் பாருங்க, 60 கிலோமீட்டர்ல பாலக்காடு பாருங்க. 2 மாநகரமும் கூட ட்வின் சிட்டிஸை போல, 2ம் கூட சகோதர சகோதரிகளை போன்ற ஒரு நகரங்கள். அதற்காகத்தான் அன்பு சகோதர சகோதரிகளை, நம்முடைய பாரதிய ஜனதா கட்சி என்டிஏ வெற்றி வேட்பாளர் அண்ணன் கிருஷ்ணகுமார் அவர்களை நீங்கள் பெருவாரியான வாக்கு வித்தியாசத்தில் வெற்றி பெற செய்ய வேண்டும். 4 முறை உங்களுடைய மக்கள் பிரதிநிதியாக இருக்கிறாங்க. போன முறை வாக்கு சதவீதத்தை அதிகப்படுத்தி கொடுத்தீங்க. இந்த முறை அவரை பாராளுமன்ற உறுப்பினர் நீங்கள் ஆக்க வேண்டும். பாரத பிரதமர் நரேந்திர மோடி அவர்களுக்கு பெரிதும் அன்பு இருக்கக்கூடிய வேட்பாளர் அண்ணன் கிருஷ்ணகுமார் அவர்கள் நேரடியாக பிரதமர்கிட்ட பேசக்கூடிய ஒரு வேட்பாளர்.
பாலக்காட்டினுடைய அடிப்படை பிரச்சனை. இன்னைக்கு பாருங்க, விவசாயிகளுக்கான பிரச்சனை பாலக்காட்டுல இருக்கு. ஒரு சாதாரணமா மத்திய அரசு பணம் கொடுத்து அரிசியை வாங்க முயற்சிக்கிறாங்க. அதை கூட இங்க இருக்கக்கூடிய கம்யூனிஸ்ட் கட்சி அதை தடுத்து நிறுத்துறாங்க. ₹1.20 அரிசி வாங்குவதற்காக விலையை உயர்த்தினாலும் கூட அந்த பணத்தை கம்யூனிஸ்ட் கட்சிக்கு கொடுப்பதில்லை. சமீபத்தில் இங்கே பார்க்கின்றோம், கேரளாவில் விவசாய பெருமக்கள் தற்கொலை செய்து கொள்வதை முதலாக பார்த்தோம். இதெல்லாம் நம்ம நாட்டில் நடக்கவே கூடாது. கம்யூனிஸ்ட் கட்சியை பொறுத்தவரை தமிழ்நாட்டில் டிஎம்கே என்னென்ன வியாதி இருக்கோ எல்லா வியாதியும் கம்யூனிஸ்டுக்கு வந்துருச்சு. பார்டரை தாண்டி இங்க வந்துருச்சு. டிஎம்கே இருக்கிற எல்லா டிசீஸும் பார்டரை தாண்டி கம்யூனிஸ்ட் கட்சிக்கு அந்த டிசீஸ் வந்துருச்சு. ஃபேமிலி பாலிடிக்ஸ் டிசீஸ் வந்துருச்சு, கரப்ஷன் டிசீஸ் வந்துருச்சு. கோஆபரேட்டிவ் செக்டர்ல இருந்து எல்லா இடத்திலும் ஊழல் செய்து கொண்டிருக்கின்றார். அதனால அருமை சகோதர சகோதரிகளே, இது 1950-60க்கான கம்யூனிஸ்ட் இல்ல. இந்த கம்யூனிஸ்ட் என்பது குடும்ப ஆட்சியாக மாறி இருக்கின்றார். அதனால நீங்கள் ஜூன் 4ஆம் தேதி இந்தியா முழுவதும் தேர்தலுடைய வெற்றி பெறும் பொழுது கேரளாவும் கூட தேசியத்தோடு இணைந்திருக்க வேண்டும். பாலக்காடும் மோடி அவர்களோடு இருக்க வேண்டும், வளர்ச்சியை பார்க்க வேண்டும் என்று சொல்லி இங்க வந்திருக்கக்கூடிய எல்லா அன்பு நண்பர்களுக்கும் கூட நன்றி தெரிவித்து, என்னோடு நம்முடைய மேஜர் ரவி அண்ணன் இருக்கிறாங்க, எல்லா தலைவர்கள் தெரிவித்து, அண்ணன் கிருஷ்ணகுமார் அவர்கள் மிக மிக எளிமையானவர். ஒரு பாராளுமன்ற உறுப்பினருக்கான இலக்கணம் அண்ணன் கிருஷ்ணகுமார் அவர் கேண்டிடேட் அண்ணா கிருஷ்ணகுமார் அவர்கள் is a perfect example of our candidateship. He is a 4-time municipal commissioner, son of the soil. He is completely rooted here. We humbly appeal to you to give him a chance. He is one person who can take Palakkad to a different height. Look at Coimbatore, that is 60 kilometers away. Look at Palakkad here. So all the industries have to come to Palakkad. We have to solve the farmers' problem. To do that, Krishna Kumar Avargal is the right person. 2019 you increased his vote share. Now we request you to give him winning. So 2024 let Krishna Kumar Anna be the winning candidate over the communist and over the Congress candidate. We will definitely work at the grassroots level. We thank all of you for your patience. நீங்க வந்திருக்கிற எல்லா நண்பர்களுக்கும் நன்றியை தெரிவித்துக் கொள்கின்றோம். நன்றி, வணக்கம். பாரத் மாதா கி. ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും നന്ദി നന്ദി നന്ദി, 1000 നന്ദി. പാലക്കാട് ലോക്സഭാ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന് താമരടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തമിഴ്നാടിന്റെ രാഷ്ട്രീയത്തിൽ അരങ്ങുവാണ ദ്രാവിഡ പാർട്ടികളെ അരങ്ങുവാഴുന്ന തമിഴകത്തിന്റെ മണ്ണിൽ ദേശീയതയുടെ പാഞ്ചജന്യം മുഴക്കി സനാതന ധർമ്മത്തിന് വേണ്ടി പടപൊരുതുന്ന തമിഴ്നാട് ബിജെപിയുടെ പ്രസിഡന്റ് ആദരണീയ സുഹൃതനായ സ്മാരാധ്യനായ ശ്രീ കെ അണ്ണാമലൈ IPS, ബിജെപി പാലക്കാട് സാരഥി ശ്രീ കൃഷ്ണകുമാർ എന്നിവർ നയിക്കുന്ന റോഡ് ഷോ ഇതാ ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി ഈ വഴിത്താരയിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. ദ്രാവിഡ പാർട്ടികൾ അരങ്ങുവാണ തമിഴകത്തിന്റെ മണ്ണില് ദേശീയതയുടെ പാഞ്ചജന്യം മുഴക്കി സനാതന ധർമ്മത്തിനു വേണ്ടി പടപൊരുങ്ങുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അഴിമതി മന്ത്രിമാരുടെ പേടി സ്വപ്നമായ തമിഴകത്തിന്റെ മണ്ണിൽ ദേശീയതയ്ക്ക് പ്രമുഖ സ്ഥാനം നൽകി തമിഴ്നാടിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളെ ഇറക്കി മറിച്ച തമിഴ്നാടിന്റെ സിംഹദർശനം തമിഴ്നാടിന്റെ ബിജെപിയുടെ പ്രസിഡന്റ് ഈ വാഹനത്തിൽ തൊട്ടുപിറകിലായി ഇതുവഴി കടന്നു വരുന്നു.
ഈ തെരഞ്ഞെടുപ്പ് കുടുംബാധിപത്യം മത്സരിക്കുന്ന പാർട്ടിയുടെ ദേശീയ ജൂൺ മാസം 4 റിസൾട്ട് വരുമ്പോ ഭാരതത്തിന് ഒരു മോദി സുനാമി 400-ലധികം സീറ്റുമായി മോദിജിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം BJP സർക്കാർ കേന്ദ്രമന്ത്രിയിലൂടെ പാലക്കാടിന്റെ വികസനം പാലക്കാടിന്റെ ലോകസഭാ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ശ്രീ കൃഷ്ണകുമാറിന് താമരടയാള റൂട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദ്രാവിഡ പാർട്ടികൾ അരങ്ങുവാണ് തമിഴകത്തിന്റെ മണ്ണിൽ ദേശീയതയുടെ വാഞ്ചര്യം മുഴക്കി സനാതന തത്വത്തിന് വേണ്ടി പടപൊരുതുന്ന BJPയുടെ തമിഴ്നാട് പ്രസിഡന്റ് ശ്രീ കെ അണ്ണാമലൈ IPS കൃഷ്ണകുമാർജിയോടൊപ്പം ഇതാ റോഡ് ഷോയിൽ ഈ വാഹനത്തിൽ തൊട്ടുപിറകിലായി വിളിക്കണം കൊടുത്തു. പാലക്കാട് ലോക്സഭാ സ്ഥാനാർത്ഥി ശ്രീ കൃഷ്ണകുമാറിന് താമരടയാളത്തിൽ റൂട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ദ്രാവിഡ പാർട്ടികൾ അരങ്ങുവാണ് തമിഴകത്തിന്റെ മണ്ണിൽ ദേശീയതയുടെ പാഞ്ചജന്യം മുഴങ്ങി സനാതന ധർമ്മത്തിന് വേണ്ടി പടപൊരുതുന്ന തമിഴ്നാട് മന്ത്രിമാരുടെ അഴിമതി മന്ത്രിമാരുടെ പേടി സ്വപ്നമായ തമിഴ്നാട് BJPയുടെ പ്രസിഡന്റ് ആദരണീയ കെ അണ്ണാമലൈ IPS ശ്രീ കൃഷ്ണകുമാർജിക്ക് വേണ്ടി ഇതാ ഈ വാഹനത്തിൽ തൊട്ടുപിറകിലായി വഴിപ്പാലയിലൂടെ റോഡ് ഷോയുമായി കടന്നു വരുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. ഈ തിരഞ്ഞെടുപ്പ് കുടുംബാധിപത്യം നിലനിർത്താൻ മത്സരിക്കുന്ന കോൺഗ്രസ് 1-2 സീറ്റിന് വേണ്ടി ദേശീയ പദവി നിലനിർത്താൻ പരക്കം പായുന്ന CPM ഇതാ ജൂൺ മാസം 4-ാം തീയതി റിസൾട്ട് പുറത്തു വരുമ്പോ രാജ്യത്തൊരു മോദി സുനാമി 400-ലധികം സീറ്റുമായി മോദി സുനാമിയായി വീണ്ടും മോദി രാജ്യം ഭരിക്കുമ്പോ പരക്കം പായുന്ന CPM 2-3 സീറ്റിന് വേണ്ടി നാരംഗം കളിക്കുന്ന CPM-നെയും കുടുംബാധിപത്യം ചെയ്യുന്ന കോൺഗ്രസിനെയും പരാജയപ്പെടുത്തി ഇതാ കഴിഞ്ഞ 10 വർഷം ഭാരതത്തിന്റെ സൽഭരണം നമുക്ക് കാഴ്ചവെച്ച ദൈവം നമ്മുടെ രാജ്യത്തിന് തന്ന വരദാനം നരേന്ദ്രമോദി എന്ന ഇതിഹാസം. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിന് 400-ലധികം സീറ്റുമായി മോദി വീണ്ടും വരുമ്പോ ഒരു കേന്ദ്രമന്ത്രിയിലൂടെ പാലക്കാടിന്റെ വികസന നായകൻ ശ്രീ കൃഷ്ണകുമാറിന് താമരടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതാ തമിഴകത്തിന്റെ മണ്ണിൽ സനാതന ധർമ്മത്തിന് വേണ്ടി പടപൊരുതിയ ശ്രീ കെ അണ്ണാമലൈ IPS നയിക്കുന്ന റോഡ് ഷോ ഇതുവഴി കടന്നു വരികയാണ്.
ചൈതന്യം മുഴക്കി സനാതന ധർമ്മത്തിന് വേണ്ടി പടപൊരുതിയ തമിഴ്നാടിന്റെ അഴിമതി മന്ത്രിമാരുടെ പേടി സ്വപ്നം ഉറക്കം കരുതിയ തമിഴ്നാടിന്റെ സിംഹഗർജനം തമിഴ്നാട് പ്രസിഡന്റ് ആദരണീയ കെ അണ്ണാമലൈ IPS നയിക്കുന്ന പാലക്കാടിന്റെ വികസന നായകൻ ശ്രീ സി കൃഷ്ണകുമാർജിയോടൊപ്പം ഇതാ ഈ വഴിത്താടികളെ ധന്യമാക്കിക്കൊണ്ട് ഇവിടെ കടന്നിടുകയാണ്. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അനുഗ്രഹത്തിലൂടെ 1000 താമരപ്പൂക്കൾ എത്തിച്ചുകൊണ്ട് പാലക്കാടിന്റെ കേന്ദ്രമന്ത്രിയുടെ പാലക്കാടിന്റെ വികസനം സാധ്യമാക്കാൻ ഇത് പാലക്കാടിന്റെ Mama. അങ്ങോട്ട് ഓടിച്ചിട്ടില്ല. വണ്ടി ഇങ്ങോട്ട് വരട്ടെ. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക, അഭിനന്ദനത്തിന്റെ കൂച്ചങ്ങൾ അർപ്പിക്കുക.